ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു അടിപൊളി കോവയ്ക്ക മുട്ട ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് സിം ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നീളത്തിൽ കട്ട് ചെയ്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോവയ്ക്ക് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് നല്ല രീതിയിൽ ഹൈ ആക്കി വെച്ചിട്ട് നമ്മൾ കോവയ്ക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ സോട്ട് ചെയ്ത് ഇങ്ങനെ അതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ മാത്രമേ എല്ലാ സൈഡും ഈവൻ ആയിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കോവയ്ക്ക ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്, ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി കുക്കാകാനുള്ളത് കൂടി കുക്കാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക എല്ലാം ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് സിം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ആയ കോവയ്ക്ക എല്ലാം ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എത്ര എഗ്ഗാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചുള്ള എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു നടുവിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ എഗ്ഗ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എഗ്ഗ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാനേ പാടില്ല. ഈ സിമ്മിൽ തന്നെ ഇരുന്ന് കുക്കാവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതേ നമ്മൾ എഗ്ഗ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 2-3 മിനിറ്റ് ഇതിനെ ഇങ്ങനെ തന്നെ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും അതിലിങ്ങനെ ലൈറ്റായിട്ട് കുക്കായിട്ട് ബബിൾസ് വരുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഇതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ആക്കുക. അപ്പോൾ ഫുൾ ആ ഒരു കോവയ്ക്കയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇതിൻ്റെ താഴ്വശമൊക്കെ നല്ലപോലെ കുക്ക് ആയതുകൊണ്ട് സ്ക്രാമ്പിൾ ആകുമ്പോൾ കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഈ ഒരു സ്പാച്ചുല കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്ത് അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അങ്ങനെ ആ വലിയ പീസുകളെയൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുത്ത് സ്ക്രാമ്പിൾ ചെയ്ത് നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോവയ്ക്ക എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ആ കോവയ്ക്കൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി കേട്ടോ. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അത്ര ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.